ഹലോ എല്ലാവർക്കും ഏർജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ പടം കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഏർജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് രണ്ട് അഭിപ്രായമാണ്. ഞാൻ രണ്ട് വള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് നിൽക്കുകയാണ്. കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രണ്ടും രണ്ട് പടങ്ങളായിട്ടാണ്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായമാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ സീരിയസ് ആയിട്ടും ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കോമഡി ഉണ്ടെന്നല്ലാതെ വളരെ സീരിയസ് ആയിട്ടും അതേപോലെ ഇമോഷൻസും കുറെ നൊസ്റ്റാൾജിയ കൊണ്ടുവരാനായിട്ട് നോക്കി അത്തരത്തിൽ കുറെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഫസ്റ്റ് ഹാഫ് നിറയെ. പക്ഷെ ആ ഒരു ഇമോഷൻസോ ഡ്രാമയോ ഒന്നും എവിടെയും പ്രേക്ഷകരുമായിട്ട് കണക്ട് ആകുന്ന ഒരു ഫീല് കിട്ടിയിട്ടില്ല. വിനീത് ശ്രീനിവാസൻ പടങ്ങളിൽ സാധാരണ സംഭവിക്കാത്തതാണ്. എല്ലാ പടങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം ആയാലും തട്ടത്തിൻ മറയത്തായാലും ഇനി ലാസ്റ്റ് ഇറങ്ങിയ ഹൃദയമായാൽ പോലും ആ ഒരു കണക്ഷൻ ഇമോഷൻസ് ഒക്കെ പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. അത് തന്നെയാണ് ആ ഒരു പടങ്ങളുടെ എല്ലാം വിജയത്തിന്റെ ആ ഒരു രഹസ്യം. പക്ഷെ ഇവിടെ ആ ഒരു ഫസ്റ്റ് ഹാഫില് എവിടെയും ആ ഒരു ഇമോഷൻസോ ഡ്രാമയോ ഒന്നും ഞാനെന്ന പ്രേക്ഷകനുമായിട്ട് എന്തായാലും അതൊന്നും കണക്ട് ആയിട്ടില്ല. അത് മാത്രമല്ല കുറെ ക്രിഞ്ച് എന്ന് നമ്മൾ പറയുന്ന കുറെ സീൻസ് ഉണ്ടല്ലോ, അതിന്റെ കുറെ ഒരു ഘോഷയാത്രയായിരുന്നു ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ആദ്യമേ നൊസ്റ്റാൾജിയക്ക് വേണ്ടി ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഒരു തരത്തിലും എനിക്ക് അങ്ങോട്ട് കണക്ട് ആവാതെ പോയി എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും കളി മാറി. ശരിക്കും കളി മാറി, ഞെട്ടിപ്പോയി. അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഇരുന്ന് ഉറങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് കണ്ടാലും സിനിമ പൈസ വസൂലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട്, ആക്ടേഴ്സിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് പറയാം. പ്രണവ് മോഹൻലാൽ ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ പ്രണവ് കുറച്ചങ്ങോട്ട് പാളിയ പോലെ എനിക്ക് തോന്നി. കാരണം എവിടെയൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. എന്തൊക്കെയോ കാണിക്കുമ്പോഴത്തേക്കോ ഓവർ ആയിട്ടുള്ള സംഭവങ്ങൾ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ പിന്നീട് കഥ മുന്നോട്ട് പോകുന്നത് അനുസരിച്ച് പ്രണവ് ശരിക്കും ഗംഭീരമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പ്രണവിന്റെ രണ്ട് ലുക്കാണുള്ളത്. ശരിക്കും ധ്യാനും രണ്ട് ലുക്കുണ്ട്. അതിനകത്ത് രണ്ട് ലുക്കും നമ്മൾ ട്രെയിലറിലൂടെ കണ്ടതാണ്. പക്ഷേ പ്രണവിന്റെ ആ ഒരു ലുക്ക് റിവീൽ ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു കാരണം നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. എല്ലാവരും ടീസർ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു പക്ക ലാലേട്ടനെ കണക്കിരിക്കുന്നു. ശരിക്കും റിവീൽ ചെയ്യാത്ത ചില സംഭവങ്ങളിലായിരുന്നു ആ ഒരു ലാലേട്ടനെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്റെ തോന്നലാണ് കേട്ടോ. ഇനി വന്നിട്ട് നീ ലാലേട്ടനുമായിട്ടാണോ പ്രണവിനെ കമ്പയർ ചെയ്യുന്നതെന്നൊന്നും ചോദിക്കരുത്. ലാലേട്ടന്റെ മകനാണ് പ്രണവ്. സോ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു രൂപസാദർശയൊക്കെ വരും. സോ അതെന്റെ കുഴപ്പമല്ല. ഓക്കെ, എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. ശരിക്കും ഞെട്ടി. സെക്കൻഡ് ഹാഫിലെ ചില സീൻസ് ഒക്കെ നമ്മുടെ ദേവദൂതനിലെ ലാലേട്ടനല്ലേ, പക്ക ദേവദൂതനിലെ ലാലേട്ടന്റെ ആ ഒരു അപ്പിയറൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിലെ നമ്മുടെ പ്രണവ് മോഹൻലാലിനെ. പ്രണവ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ചില ഇമോഷണൽ സീൻസ് ഒക്കെ പ്രണവും അതേ കണക്ക് ധ്യാൻ ശ്രീനിവാസനും ശരിക്കും ഞെട്ടിച്ചു. അവർ രണ്ടുപേരും ചെയ്യുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കാത്ത കാര്യമാണ്. ശരിക്കും ധ്യാന്റെ ആ ഒരു മേക്ക് ഓവർ ഞാൻ ട്രെയിലറിൽ കണ്ടപ്പോഴേ ഞാനൊന്ന് അമ്പരന്നു. ഇതെങ്ങനായിരിക്കും പുള്ളി ഇത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരും പ്രണവ് മോഹൻലാൽ ആയാലും ധ്യാൻ ശ്രീനിവാസൻ ആയാലും രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള പ്രണവിന്റെ ആ ഒരു പെർഫോമൻസ് എല്ലാം ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രണവിന്റെ പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ കല്യാണി പ്രിയദർശന് അധികം സ്ക്രീൻ സ്പേസ് ഒന്നും ഈ ഒരു സിനിമയ്ക്കകത്ത് ഇല്ലെങ്കിലും പുള്ളിക്കാരിക്കും രണ്ട് ഗെറ്റപ്പാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. ഒന്ന് ഓൾഡ് ആയിട്ടുള്ള ഗെറ്റപ്പും അത് കണക്ക് യങ് ആയിട്ടുള്ളതും. പക്ഷെ അധികം സ്ക്രീൻ സ്പേസോ വലുതായിട്ട് എന്തെങ്കിലും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഈ ഒരു സിനിമയ്ക്കകത്ത് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ രണ്ട് മെയിൻ ആയിട്ടുള്ള ഗസ്റ്റ് റോളുകളാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. ഒരാളുടെ കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നിവിൻ പോളി. രണ്ടാമത്തെ കാര്യം ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ അത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നിവിൻ്റെത് ഒരു വൻ സംഭവമാണ് കേട്ടോ. വൻ സംഭവം എന്ന് പറഞ്ഞാൽ വൻ സംഭവം. സെക്കൻഡ് ഹാഫ് പുള്ളി തൂക്കി അടി എന്നൊക്കെ പറയത്തില്ലേ, നിവിന്റെ അഴിഞ്ഞാട്ടം കാണണം എന്നായിരുന്നു. അതായത് നിവിൻ ഈ ഒരു പടം തൂക്കി അടിക്കുന്നത് വിനീത് ശ്രീനിവാസിന്റെ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും നിവിന്റെ ഒരു ഗംഭീര പെർഫോമൻസ്, അതും നമ്മുടെ ആ ഒരു വടക്കൻ സെൽഫി ലൈൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പഴയ ആ ഒരു കുറച്ചെങ്കിലും ഭേദമായിട്ട് നിവിൻ ചെയ്തു വെച്ചിരിക്കുന്ന ലവ് ആക്ഷൻ ഡ്രാമയാണ്. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് എങ്കിലും ഈ ഒരു പടത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്തോ അതുക്കും മേലെയാണ് ഇവിടെ നിവിൻ തന്നു വച്ചിരിക്കുന്നത്. ശരിക്കും ഞെട്ടിച്ചടേ ആ ഒരു സോങ്ങിലെ നിവിന്റെ ആ ഒരു എൻട്രി. പക്ഷെ എൻ്റെ പൊന്നോ, അക്ഷരാർത്ഥത്തിൽ തിയേറ്റർ പൂരപ്പറമ്പായി. അത് ഫാൻസിന്റെ ഒരു ആഘോഷം മാത്രമല്ലായിരുന്നു, അത് ഗംഭീരമായിരുന്നു. ആരെയും എൻട്രി തൊട്ടങ്ങോട്ട് നിവിൻ്റെതാണ് പടം. നിവിൻ തൂക്കിയടി എന്നൊക്കെ പറഞ്ഞ ഇജാതി തൂക്കിയടി, കൗണ്ടറുകള്, അതേപോലെ ഓരോ ഡയലോഗ്സിനും കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 30 മിനിറ്റോളം കണ്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് നിവിൻ ഉള്ളത്. നിവിനുള്ള പാർട്ടെല്ലാം
നിവിൻ തന്നെയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. മലയാളികൾ കാണാൻ ആഗ്രഹിച്ച നിവിൻ പോളിയെ വിനീത് ശ്രീനിവാസൻ, ആദ്യമേ വിനീത് ശ്രീനിവാസനാണ് നിവിൻ പോളിയെ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചത്. ഇപ്പൊ ഇതാ നിവിൻ പോളി എന്ന എന്റർടൈനറിനെ വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടറോട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതും 100 ഇരട്ടി ശക്തിയോടെ. ഗംഭീര ഒരു സംഭവം. ഓരോ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ സെൽഫ് ട്രോൾ ആണെങ്കിൽ പോലും അതൊക്കെ ഗംഭീരമായിട്ട് ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ഒരു മാസ്ക് ഇട്ടിരുന്നിട്ട് ജസ്റ്റ് ഒന്നൊരു നോക്കുന്ന നോട്ടത്തിൽ പോലും നമ്മൾ ചിരിച്ചു പോകും. അമ്മാതിരി ഒരു നിവിനെയാണ് നമ്മൾ കുറെ നാളായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു നിവിനെ നമുക്ക് ഇവിടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസിനോട് ഒരു കഥ പറയുന്നുണ്ട്. ഒരു കട്ടൻ ചായ ഇടുന്ന ഒരു സീൻ, അത് പാത്രം എടുത്ത് വെക്കുന്നു, അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു, വെള്ളം തിളയ്ക്കുന്നു, പിന്നെ പൊടി ഇടുന്നു. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അജു വർഗീസ് പറയും, മതി നിർത്ത്, അവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് കഥയാണ് കേൾക്കേണ്ടത്. ഈ ഒരു കട്ടൻ ചായ ഇടാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഥയാണ് അറിയേണ്ടതെന്ന് പറയും. അതേ ഒരു ഫീലാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ച് ഒരു മുറുക്കാൻ ചവയ്ക്കാനായിട്ട് എടുത്തു കൊടുക്കുന്ന സീൻ പോലും പറ്റില്ല. എടുത്ത് ചുണ്ണാമ്പ് തേച്ച് മടക്കി കൈ കൊടുത്ത് എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ലാഗായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. പക്ഷെ എവിടേക്കോ ഏകദേശം കണ്ടിരിക്കാമെന്ന് തോന്നുന്ന ലെവലിലേക്ക് ഫസ്റ്റ് ഹാഫിന്റെ പകുതി തൊട്ട് പടം എത്തുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ ഒരു ഗിയർ ചേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ തുടങ്ങുന്നത്. അവിടെ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് ബേസില് നീരജ് മാധവ്, അതേ കണക്ക് നമ്മുടെ താരം നിവിൻ പോളി, അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. പൊളിച്ചെന്ന് പറഞ്ഞാൽ ഓരോ കൗണ്ടറിനും തിയേറ്ററിൽ ചിരി പൂരമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഡ്രാമ, ഇമോഷണൽ ആയിട്ടുള്ള ഡ്രാമ ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും പടം ഒരു എന്റർടൈനർ, കംപ്ലീറ്റ് എന്റർടൈനിങ് പാക്കേജ് ആയിട്ട് മാറിയിരിക്കുകയാണ് സെക്കൻഡ് ഹാഫിൽ. അതിനകത്ത് മെയിൻ പങ്ക് വഹിച്ചിരിക്കുന്നത് നിവിൻ പോളിയാണ്. ഈസ് 100% എന്റർടൈനർ. അതേ കണക്കത്തെ പടം ചെയ്ത നിവിൻ പോളിയെ പിടിച്ചാൽ കിട്ടത്തില്ല. സേഫ് സോൺ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള പടം ചെയ്തു കഴിഞ്ഞാൽ നിവിൻ പോളിയെ പിടിച്ചാൽ കിട്ടത്തില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ. സെക്കൻഡ് ഹാഫ് ആണ് ശരിക്കും തൂക്കിയടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തൂക്കിയടി. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു എന്റർടൈനർ എന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും പടം 100% നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് പ്രേക്ഷകന് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ ഹൃദയം, തട്ടത്തിൻ മറയത്ത്, അതേ കണക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യം ഒക്കെ തന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ പടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഒരു പടത്തിൽ വലിയ മിസ്സിങ് ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു എന്റർടൈനിങ് പാക്കേജ് ഒന്ന് അങ്ങനെ ഒരു രീതിയിൽ പടം നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് പൈസ വസൂൽ. സെക്കൻഡ് ഹാഫ് തന്നെ ധാരാളമാണ്. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ AC കിടന്ന് ഉറങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് അണിച്ചിരുന്ന് കണ്ടാലും ചിരിക്കാനും ചിരിയുടെ പൂരമാണ്. സെക്കൻഡ് ഹാഫ് എൻ്റെ ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഹാഫിൽ നിന്ന് വേറൊരു പടമാണ് സെക്കൻഡ് ഹാഫ്. വർഷങ്ങൾക്ക് ശേഷം എന്ന പടം അത് സെക്കൻഡ് ഹാഫ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അമൃത് രാമനാഥ്. പുള്ളി ഗംഭീരമാണ് കേട്ടോ. ഫസ്റ്റ് ഹാഫ് താങ്ങി നിർത്തുന്നത്, ഏകദേശം ഒന്ന് താങ്ങി നിർത്തുന്നത് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതേ കണക്ക് ജ്ഞാപകം എന്ന് പറയുന്ന ആ ഒരു സോങ് തിയേറ്റർ എക്സ്പീരിയൻസിൽ വല്ലാത്തൊരു ഫീലായിരുന്നു ആ ഒരു സോങ്. ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമയിലെ എല്ലാ സോങ്സും ചെയ്തിരിക്കുന്നത്. അതേ കണക്കൊരു പക്ക എന്റർടൈനിങ് സോങ്ങും നിവിന്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് അതും ഗംഭീര സാധനമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർഷങ്ങൾക്ക് ശേഷം തീമായാലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സാധനമാണ് അമൃത് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ തിയേറ്ററിൽ കേൾക്കുന്നതിന് മുമ്പ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം ജൂക്ക് ബോക്സ് ഇറങ്ങിയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ട പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ അഭിപ്രായം മാറി. എല്ലാ പാട്ടും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫീലുള്ള പാട്ടുകളായിരുന്നു എല്ലാം. പ്രത്യേകിച്ച് ജ്ഞാപകം എന്ന് പറയുന്ന ഒരു പാട്ട്, അത് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. ആ ഒരു പാട്ടിലെ ധ്യാനിന്റെയും പ്രണവ് മോഹൻലാലിന്റെ ഒക്കെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ആക്ടിങ്ങും എല്ലാം ഗംഭീരമായിരുന്നു. ആ പെർഫോമൻസ് വൈസും എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലും വർഷങ്ങൾക്ക് ശേഷം എന്ന പടം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എവിടെയൊക്കെയോ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ എവിടെയൊക്കെയോ മിസ്സിംഗ് ആയതുപോലെ ഒരു തോന്നലുണ്ടായി. അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കുക. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.